ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിന്റെ കണ്ടിന്യൂവേഷൻ. പുതിയ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഗോസസ് തിയറം ആൻഡ് ഇറ്റ്സ് പ്രൂഫ്. പക്ഷെ ഗോസസ് തിയറം പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് അറിയാം. ഇലക്ട്രിക് ഫ്ലക്സ് അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഇന്റൻസിറ്റി എന്തായിരുന്നു. ഇലക്ട്രിക് ഇന്റൻസിറ്റി എന്ന് വെച്ച മീനിങ് എന്തായിരുന്നു? is the number of lines of force, electric lines of force passing normally through unit area is called electric intensity E. അല്ലേ? Number of lines of force passing normally through unit area ആണ് electric intensity E എന്ന് പറഞ്ഞാൽ. ഇനി what is electric flux? Electric flux phi represented as phi. അപ്പോൾ phi എന്ന് പറഞ്ഞാൽ it is the number of lines of force passing normally through a given area. ഒരു ഗിവൺ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. നമുക്ക് ഡി എസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഡി എസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. ഈ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. എസ് എന്ന് പറഞ്ഞ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണമാണ് ഫ്ലക്സ് എങ്കിൽ what is the relation between E and phi? ഇത് യൂണിറ്റ് ഏരിയ കൂടെ കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം. ഫ്ലക്സ് എന്താ? ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ കൂടെ കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? phi is equal to E into ds ആയിരിക്കുമല്ലോ, അല്ലേ? phi is equal to E into ds. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഈ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ എങ്ങനെയായിരിക്കുന്നത് നോക്കിയേ. ഇലക്ട്രിക് ഇന്റൻസിറ്റിക്ക്, അതായത് ഈയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ. അപ്പൊ ഇനി ഞാൻ ഈ ഏരിയ ഒന്ന് ടിൽറ്റ് ചെയ്യാൻ പോവാം. ഏരിയയ്ക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഏരിയ? ഏരിയയുടെ ഡയറക്ഷൻ എപ്പോഴും എടുക്കുന്നത് ഏരിയയ്ക്ക് വരയ്ക്കുന്ന നോർമൽ. ഇതായിരിക്കും ഏരിയയുടെ ഡയറക്ഷൻ. ഡി എസിന്റെ ഡയറക്ഷൻ ഇതായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇലക്ട്രിക് ഇന്റൻസിറ്റി ഇയും ഡി എസിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ അല്ല. അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 0. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏരിയയുടെ ഡയറക്ഷനും ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആകുമ്പോഴാണ് ഫ്ലക്സ് എത്ര വരുന്നത്? ഇ ഇൻറ്റു ഡി എസ്. അതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ഏരിയ എങ്ങനെയായിരിക്കണം? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോഴാണ് തീറ്റ എത്ര ആകുന്നത്? 0. phi is equal to E into ds. ഇനി when this area is tilted by an angle theta, ഞാൻ ഈ ഏരിയയെ ഇത്തിരി ഒന്ന് ചരിക്കാൻ പോയി. ഇങ്ങനെ ചരിച്ചു എന്ന് വിചാരിക്കാം. ഇങ്ങനെ ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. മുമ്പിലത്തെ പോലെ തന്നെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ചരിയുന്നില്ല. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ നോക്കിയേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെ. പക്ഷെ ഏരിയ മാത്രം ചരിഞ്ഞു. അപ്പൊ നോക്കിയേ, കുറെ ലൈൻസ് ഓഫ് ഫോഴ്സിന് മുമ്പിലത്തേതിന്റെ അത്രയും ലൈൻസ് ഓഫ് ഫോഴ്സിന് ഈ ഏരിയ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ കൂടെ കടന്നു പോകാൻ പറ്റുന്നില്ല, അല്ലെ? അപ്പം ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം കുറഞ്ഞു. പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം കുറഞ്ഞു. അതിന്റെ മീനിങ് എന്താ? ഫ്ലക്സ് കുറഞ്ഞു. ശരിയല്ലേ? അപ്പൊ ഇവിടെ എത്ര ആംഗിൾ ചരിഞ്ഞു നോക്കിയേ. ഏരിയ ചരിഞ്ഞപ്പോഴാണ് എന്ത് കുറഞ്ഞത്? ഫ്ലക്സ് കുറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുഴുവൻ ഏരിയയിൽ കൂടെയും ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി പോകുന്നില്ല. ഏരിയയുടെ ഒരു കമ്പോണന്റിൽ കൂടെ മാത്രം, ഒരു പ്രൊജക്ഷനിൽ കൂടെ മാത്രമേ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് കടന്നു പോകുന്നുള്ളൂ? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകുന്നുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഇത്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ പഠിച്ചത്? ഇതിന് വരയ്ക്കുന്ന ഏരിയയ്ക്ക് വരയ്ക്കുന്ന നോർമൽ. അപ്പൊ നോക്കിയേ, ഏരിയയ്ക്ക് വരയ്ക്കുന്ന നോർമൽ ഇങ്ങോട്ടായിരിക്കുമല്ലോ. ഇതാണ് ഡി എസിന്റെ ഡയറക്ഷൻ, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും? തീറ്റ. തീറ്റ ആംഗിൾ ചരിഞ്ഞ് ഇക്കും ഡി എസിനും ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ട്. ആംഗിൾ എത്ര? തീറ്റ. അപ്പൊ നോക്കിയേ, ഡി എസിന്റെ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് വരുന്ന കമ്പോണന്റ് എന്തായിരിക്കും? ഡി എസ് കോസ് തീറ്റ. ഇവിടെ ഡി എസ് എന്ന് പറഞ്ഞ മുഴുവൻ ഏരിയ ആയിരിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഡി എസിന്റെ ഡി എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് നമുക്ക് എങ്ങനെ എടുക്കാം? phi is equal to
ഈ ds പകരം ds cos theta അല്ലേ? ഈ ds cos theta, or we can write phi is equal to E dot ds. നമ്മൾ അടുത്ത ഗോസസ് തിയറം ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, സർഫസ് ഇലക്ട്രിക് ഫീൽഡിന് ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഈ സർഫസ് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞ മീനിങ്, ഇത് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുമ്പോൾ ഈ ഡി എസിന്റെ നോർമൽ അങ്ങോട്ടാ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ. അപ്പൊ തീറ്റ എത്ര? 0. സാധാരണ കേസിൽ നമ്മൾ നോർമൽ എന്ന് കേൾക്കുമ്പോൾ തീറ്റ 90 എന്ന് വിചാരിക്കും അല്ലെ? അങ്ങനെയല്ല. പെർപെൻഡിക്കുലർ എന്ന് കേൾക്കുമ്പോൾ തീറ്റ 90 എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഈ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടിരുന്നാൽ അവിടെ ആംഗിൾ തീറ്റ എത്ര ആയിരിക്കും? തീറ്റ 0. അപ്പോഴാണ് അവിടെ ഫ്ലക്സ് ഉള്ളത്. ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. തീറ്റ ആംഗിൾ ചരിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഫ്ലക്സ് കുറയുന്നു. ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഇ ഡി എസ് കോസ് തീറ്റ. തീറ്റയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഫൈയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. കോസ് തീറ്റയുടെ വാല്യൂ കുറയും അല്ലേ? തീറ്റയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് കോസ് തീറ്റ കുറയും. അപ്പൊ ഫ്ലക്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഏരിയ ഇങ്ങനെ ഇരുന്ന ഏരിയ ചരിഞ്ഞ് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് തീറ്റ, ഈ ഏരിയക്ക് വരയ്ക്കുന്ന നോർമൽ ഇങ്ങോട്ടാ, ഇലക്ട്രിക് ഇന്റൻസിറ്റി അങ്ങോട്ട്. അപ്പൊ തീറ്റ എത്രയായിട്ട് മാറും? തീറ്റ 90. അപ്പൊ ഇതെന്തായിട്ട് മാറും? ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് 90. കോസ് 90 എത്ര? 0. അപ്പൊ ഫ്ലക്സ് എത്രയായിട്ട് മാറും? 0. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, എപ്പോ ഈ ഏരിയ ഇലക്ട്രിക് ഇന്റൻസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആകുന്നോ അപ്പൊ ഫ്ലക്സ് ഉണ്ട് അവിടെ. ആ ഫ്ലക്സ് എത്ര? ഇ ഇൻറ്റു ഡി എസ്. അതല്ല, എപ്പോ ഈ ഏരിയ ഇലക്ട്രിക് ഇന്റൻസിറ്റിക്ക് പാരലൽ ആകുന്നോ അപ്പൊ അവിടെ ഫ്ലക്സ് ഇല്ല. ഫ്ലക്സ് എത്ര ആയിരിക്കും? 0. കാരണം തീറ്റ എത്ര ആയിരിക്കും? 90. തീറ്റ 90 ആകുമ്പോൾ ഫ്ലക്സ് 0. തീറ്റ 0 ആകുമ്പോൾ ഫ്ലക്സ് ഇ ഇൻറ്റു ഡി എസ്. മനസ്സിലായല്ലോ? ഇത് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ഗോസസ് തിയറത്തിലേക്ക് പോകാം. ഗോസസ് തിയറം പറയുന്നത്, the total electric flux over a closed surface is always 1 by epsilon 0 times the net charge enclosed by the surface. അപ്പോൾ the total electric flux over a closed surface, ഒരു ക്ലോസ്ഡ് സർഫസിന് മാത്രമേ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 by epsilon 0യെ ആ ക്ലോസ്ഡ് സർഫസിനകത്തിരിക്കുന്ന നെറ്റ് ചാർജ് അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു ക്ലോസ്ഡ് സർഫസ്, ഒരു സ്പെറിക്കൽ സർഫസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സ്പെറിക്കൽ സർഫസിലെ ഫ്ലക്സ് എത്രയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ Q എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 3Q എന്ന് പറഞ്ഞ ചാർജ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. 3 കൂളം ചാർജ് ഇരിപ്പുണ്ട്. 3Q അല്ല, 3 കൂളം ചാർജ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് പോസിറ്റീവ് ചാർജ് +3 കൂളംബ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ വെളിയിലേക്കായിരിക്കുമല്ലോ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? വെളിയിലേക്കായിരിക്കും അല്ലെ? ഇതിങ്ങനെ വെളിയിലേക്കായിരിക്കും അല്ലെ? ഔട്ട്വേർഡ് ഫ്ലക്സ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ +3 കൂളംബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. +3 കൂളംബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വേറെ ഒരു ഏരിയ എടുക്കാം. വേറൊരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്താലും ഇവിടെ ഈ ഔട്ടർ സ്പിയറിൽ എത്ര ഫ്ലക്സ് ഉണ്ടോ അത്രയും ഫ്ലക്സ് തന്നെയല്ല ഇന്നർ സ്പിയറിലും ഉള്ളൂ അല്ലെ? ഫ്ലക്സിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഇവിടെ കുറച്ചുകൂടി ഇങ്ങനെ അടുപ്പിച്ച് വന്നേക്കുന്നതേ ഉള്ളൂ അല്ലെ? ഇലക്ട്രിക് ഫീൽഡിന് സ്ട്രെങ്ത് കൂടുതലാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഫ്ലക്സ് ഈ ഇന്നർ സ്പിയറിലും ഔട്ടർ സ്പിയറിലും ഒരുപോലെ ആയിരിക്കും. എന്ന് പറഞ്ഞ അർത്ഥം ഫ്ലക്സ് ഏരിയയോ ഒരു ബോഡിയുടെ ഷേപ്പിന്, ക്ലോസ്ഡ് സർഫസിന്റെ ഷേപ്പിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ അകത്തിരിക്കുന്ന ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ +3 കൂളംബിന് പകരം ഞാനൊരു +5 കൂളംബ് വെച്ചു. +3 കൂളംബ് മാറ്റി ഒരു +5 കൂളംബ് വെച്ച് പോസിറ്റീവ് ചാർജ് വെച്ചെന്ന് വിചാരിക്കുക. +5 കൂളം എന്ത് സംഭവിക്കും? ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും അല്ലെ? ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം കൂടും. അപ്പൊ നോക്കിയേ, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം കൂടുന്നു. ശരിയാണല്ലോ? അപ്പോ +5 കൂളംബ് വെച്ചപ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫ്ലക്സ്
കൂടി. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്തിനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ അകത്തിരിക്കുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ്. ഞാൻ ഇതിന്റെ കൂടെ ഒരു -5 കൂളമ്പിനെ വെച്ചെന്ന് വിചാരിക്കാം. +5 കൂളമ്പ് മാറ്റി -5 കൂളമ്പ് വെച്ചെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫ്ലക്സ് എല്ലാം ഔട്ട്വേർഡ് ഫ്ലക്സിന് പകരം ഇതെല്ലാം എന്താവും? ഫ്ലക്സിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് മാറുന്നില്ല, പക്ഷെ ഫ്ലക്സ് ഔട്ട്വേർഡ് ഫ്ലക്സിന് പകരം എന്താവും? ഇൻവേർഡ് ഫ്ലക്സ് ആവും അല്ലെ? ഇതെല്ലാം ഇൻവേർഡ് ഫ്ലക്സ് ആവും. +5 കൂളമ്പ് മാറ്റി -5 കൂളമ്പ് വെക്കുമ്പോഴത്തേക്ക് ഔട്ട്വേർഡ് ഫ്ലക്സ് മാറി എന്തായി? ഇൻവേർഡ് ഫ്ലക്സ് ആയി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ +5 കൂളമ്പും -5 കൂളമ്പും കൂടെ ഒന്നിച്ച് വെച്ചു എന്ന് വിചാരിക്കാം. രണ്ട് ചാർജും ഈ സ്പിയറിന്റെ സെന്ററിൽ ഇരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? മുമ്പേ എത്ര ഇൻവേർഡ് ഫ്ലക്സ് ഉണ്ടായിരുന്നോ അത്രയും തന്നെ ഇനി എന്തുണ്ടാവും? ഔട്ട്വേർഡ് ഫ്ലക്സ് ഉണ്ടായിരിക്കുമല്ലോ. ടോട്ടൽ ചാർജ് നമുക്ക് എത്ര കിട്ടി? +5 കൂളം +-5 കൂളം അല്ലെ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എത്ര വരും? 0. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്ര തന്നെ? ഇൻവേർഡ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഔട്ട്വേർഡ് ഫ്ലക്സ്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്ര തന്നെ? 0 അല്ലെ? അപ്പൊ ഇവിടുത്തെ ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് over the closed surface that depends only on the magnitude of the charge, or phi is directly proportional to q, or phi is equal to a constant 1/epsilon 0 into q. This is Gauss's theorem. That is, the total electric flux over a closed surface is 1/epsilon 0 times the net charge enclosed by the surface. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗോസ്സ് തിയറത്തിന്റെ പ്രൂഫ്. Proof of Gauss's theorem. Consider a charge Q which is placed at the point O, and let P be a point which is at a distance r from O. സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ് ആണ് P എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ r ഡിസ്റ്റൻസ് മാറി Q എന്ന് പറയുന്ന ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയുള്ള എല്ലാ പോയിന്റുകളുടെയും കൂടെ ലോക്കസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മള് Q എന്ന് പറയുന്ന സെന്ററിൽ ഇരിക്കുന്ന ചാർജിൽ നിന്ന് ഇക്വി ഡിസ്റ്റന്റ് മാറിയുള്ള ചാർജുകളുടെ പോയിന്റുകളുടെ എല്ലാത്തിന്റെയും കൂടെ ലോക്കസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്പിയർ കിട്ടും അല്ലെ? സോ ഇവിടെ നോക്കിയേ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ P എന്ന് പറയുന്ന പോയിന്റിന് അറൗണ്ട് ആയിട്ട് വളരെ ചെറിയൊരു ഏരിയ DS എന്ന് പറഞ്ഞ വളരെ ചെറിയ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. DS എന്ന് പറഞ്ഞ വളരെ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്തു. ഈ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഏരിയയ്ക്ക് വരയ്ക്കുന്ന ഔട്ട്വേർഡ് നോർമൽ അല്ലേ? സോ ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് DS. ഡിഎസിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് നോർമൽ. ശരിയാണല്ലോ? ഇനി ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡയറക്ഷൻ എന്തായിരിക്കും? നമ്മുടെ സെന്ററിൽ ഇരിക്കുന്ന ഒരു +Q എന്ന് പറഞ്ഞ ചാർജാ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് അല്ലെ? അപ്പൊ P എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? This is the direction of electric intensity. ഈ കേസിൽ നോക്കിയേ, E and DS are in the same direction അല്ലെ? ഇത് നമ്മള് ഇവിടെ ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ തന്നെ എടുക്കണമെന്നില്ല. ഇവിടെ എടുത്താലും ഏത് പോയിന്റിൽ എടുത്താലും അവിടെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അതേപോലെ തന്നെ DS വരയ്ക്കുന്ന നോർമലും വെളിയിലേക്കായിരിക്കും അല്ലെ? ഈ ഫിഗറിൽ നോക്കിയേ, ഇത് രണ്ടും എവിടെ നമ്മൾ P എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്താലും E and DS are in the same direction. ശരിയല്ലേ? അപ്പൊ നമ്മളിവിടെ ഫ്ലക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാൻ പോവാണ്. ഫ്ലക്സ് നമ്മൾ എന്താണ് പഠിച്ചേക്കുന്നത്? phi is equal to E dot ds അല്ലേ? അല്ലെങ്കിൽ phi is d phi എന്ന് എടുക്കാം നമ്മൾ. കാരണം വളരെ ചെറിയ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് വളരെ കുറവായിരിക്കും. സോ d phi is equal to E dot ds, or that is equal to E ds cos theta. ശരിയല്ലേ? ഇവിടെ നമുക്കറിയാം what is theta? Angle between E and ds. ഈ കേസിൽ what is the angle between E and ds? 0, because E and ds are in the same direction. So theta is equal to 0 അല്ലെ? അതേപോലെ what is E? E എന്ന് പറയുന്ന P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി.
P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി നോക്കിയേ, Q എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് മാറിയ പോയിന്റ് ആണ് P. അങ്ങനെയാണെങ്കിൽ Pയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്? 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈക്വേഷൻ എന്ത് വരും നോക്കിയേ, that is equal to equation that is equal to E ds cos 0 എത്ര 1 that is equal to E ds. ശരിയാണല്ലോ? അങ്ങനെയാണ് what is the total electric flux over this closed surface? ഈ closed sphereലെ total electric flux നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? phi is equal to integral E ds. ശരിയാണല്ലോ? ചെറിയൊരു ഏരിയയ്ക്ക് ds എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയയിലെ ഫ്ലക്സ് d5 ആണെങ്കിൽ ഈ ടോട്ടൽ ഏരിയയിലെ ടോട്ടൽ സ്ഫിയറിലെ ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? phi is equal to integral E ds. That is equal to E into integral ds. That is equal to E ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/4πε0 Q by R square into integral ds. That is equal to 1/4πε0 Q by R square into integral ds. Integral ds എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൺസിഡർ ചെയ്തേക്കുന്ന സ്ഫിയർ ഇതാണ് ഞാൻ അസ്യൂം ചെയ്ത ds എന്ന് പറഞ്ഞ ഏരിയ ഇതാണ്. ഇന്റഗ്രൽ ds എന്ന് പറഞ്ഞ മീനിങ് ഈ സ്ഫിയറിൽ ഇതുപോലെ ഒരുപാട് dsകളുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ഒരുപാട് dsകളുണ്ട്. ഈ dsകളുടെ എല്ലാത്തിന്റെയും കൂടെ സം ആണ് ഇന്റഗ്രൽ. ഇന്റഗ്രേഷന്റെ സിമ്പിൾ ഇത് എങ്ങനെയാണ്? ഇന്റഗ്രേഷന്റെ സിമ്പിൾ അല്ലേ? ഇതിന്റെ മീനിങ് സം എന്നാണ്. അപ്പോൾ dsകളെല്ലാം കൂടെ സം ചെയ്യുക, ആഡ് ചെയ്യുക. ഇതിന്റെ dsകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. ശരിയല്ലേ? സോ വാട്ട് ഈസ് ദി സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ ഹാവിംഗ് എ റേഡിയസ് r? എന്താ? 4πr സ്ക്വയർ. നോക്കിയേ, r സ്ക്വയർ ക്യാൻസൽ ആവും. 4π ക്യാൻസൽ ആയി എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു Q by ε0. ശരിയല്ലേ? ദാറ്റ് ഈസ് phi is equal to 1/ε0 into Q. Thus Gauss's theorem is proved. മനസ്സിലായോ? ഗോസ്സ് തിയറത്തിന്റെ പ്രൂഫ്.